ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു എജീസ് അക്കാഡമി. അപ്പോൾ ഈ ബി ഫാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, ബി ഫാം കഴിഞ്ഞ് എം ഫാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ് GPAT എക്സാം. അപ്പൊ GPAT എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർക്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് അവർക്ക് അറിയാം എം ഫാമിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവാറായി അല്ലെ. അപ്പൊ ബി ഫാം കഴിഞ്ഞവരാണെങ്കിൽ എം ഫാം പഠിക്കണമെങ്കിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു എക്സാം ആണ് GPAT. സോ നമ്മുടെ എം ഫാം അഡ്മിഷന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോവുമായിട്ട് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ GPAT എക്സാമിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് ബി ഫാം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ബി ഫാം തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി അവർക്ക് എന്താണ് GPAT പറ്റി കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എം ഫാമിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അതായത് GPAT 2025 ക്വാളിഫൈ ആയ സ്റ്റുഡൻസ് എന്താണ് ഈ എം ഫാമിലേക്ക് അവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ GPAT ഒരു ഓൾ ഇന്ത്യ എക്സാം ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ ബേസിസിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൻ്റെതായ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോ ഓരോ റാങ്ക് അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം വിവിധ മെഡിക്കൽ കോളേജുകളിലുണ്ട്, അതുപോലെ ചില സെൽഫ് ഫിനാൻസിങ് കോളേജസിലും GPAT അസിസ്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ, അതായത് GPAT അസിസ്റ്റഡ് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് AICTE കീഴിൽ വരുന്ന. സോ അങ്ങനെയുള്ള കോളേജസിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2025-26 എം ഫാം അഡ്മിഷൻ ആണ്. അപ്പോ ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ഡൗട്ട് ഉള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ നോർമൽ www.c.kerala.government.in എന്ന വെബ്സൈറ്റിൽ എം ഫാം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് സെപ്റ്റംബർ 10, ഈ കുറച്ച് അടുത്ത ആഴ്ചയോട് കൂടി ആയിരിക്കും. സെപ്റ്റംബർ 10, 2025 6 മണി വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്താണ്, ഒരു റീസെന്റ് ഫോട്ടോഗ്രാഫിന്റെ സ്കാൻഡ് കോപ്പി, നമ്മുടെ സിഗ്നേച്ചർ, ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇപ്പോ ലൈക്ക് എന്തെങ്കിലും റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം അല്ലെ, ഏജ് ലിമിറ്റ് ഇല്ല അല്ലെ. എം ഫാമിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ മികച്ച ഒരു അവസരമാണ് അല്ലെ. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പ്രായം എന്ന് പറയുന്നത് ഒരു ബാരിയർ ആയിട്ട് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. GPAT ക്രാക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ 10-ാം തീയതിയാണ് അതിന്റെ ഡെഡ് ലൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മുടെ ബി ഫാം തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇയർ GPAT എക്സാം അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ആയിട്ടുള്ള നൈപ്പറിൽ ജോയിൻ ചെയ്യണമെങ്കിലും നമ്മൾ GPAT ക്വാളിഫൈഡ് ആയിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കുക. ടോപ്പ് റെപ്യൂട്ടഡ് കോളേജസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ്. സോ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ GPAT കോഴ്സ്, GPAT ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ GPAT ക്രാക്ക് ചെയ്തിരുന്ന സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, സോ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് എഡ്യൂസ് അക്കാഡമി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.